കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസസ്റ്റിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഗ്രീൻ സ്ക്രീൻ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. 6 ഇമേജുകൾ ഉൾക്കൊള്ളിക്കാവുന്ന മാസ്കുകളോടുകൂടിയ ഒരു ടെംപ്ലേറ്റ് ആണിത്. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം എല്ലാവിധ മെറ്റീരിയൽസിനുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. മുകളിലത്തെ ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ ഡ്യൂറേഷൻ ഈ ടെംപ്ലേറ്റ് ലെയറിന്റെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയിലേക്ക് വേണ്ട ആദ്യത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും ടെംപ്ലേറ്റ് ലെയറിന്റെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. കർസർ ടൈം ലൈനിന്റെ ബിഗിനിങ്ങിൽ നിന്നും പതിയെ മുന്നോട്ട് മൂവ് ചെയ്യിച്ച് ടെംപ്ലേറ്റിലെ ഗ്രീൻ സ്ക്രീൻ മാത്രമായി വരുന്ന പോയിന്റിൽ നിർത്തുക. ട്രിം ഓർ സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റ് കൊടുക്കുക. റീപ്ലേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും രണ്ടാമതായി വരേണ്ട ഇമേജ് സെലക്ട് ചെയ്യുക. ഇമേജ് റീപ്ലേസ്ഡ് ആയിട്ടുണ്ട്. കർസർ വീണ്ടും മുന്നോട്ട് മൂവ് ചെയ്യിച്ച് ടെംപ്ലേറ്റിലെ ഗ്രീൻ സ്ക്രീൻ മാത്രമായി വരുന്ന പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തുക. ട്രിം ഓർ സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റ് കൊടുക്കുക. റീപ്ലേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അടുത്തതായി വരേണ്ട ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ ബാക്കിയുള്ള എല്ലാ ഇമേജുകളും ഒന്നൊന്നായി റീപ്ലേസ് ചെയ്ത് വെക്കുക. ഇവിടെ വീഡിയോയിലേക്ക് വേണ്ട എല്ലാ ഇമേജുകളും റീപ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിൽ നിന്നും ടെംപ്ലേറ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റ് കൊടുക്കുക. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യിക്കുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ സാച്ചുറേഷൻ ലെവൽ മാക്സിമം കുറച്ചു വെക്കുക. ബ്രൈറ്റ്നസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കുറച്ചു വെക്കുക. ബാക്കിയുള്ള എല്ലാ ഇമേജുകൾക്കും ഈ എഫക്റ്റ് ലഭിക്കുന്നതിന് അപ്ലൈ ടു ഓൾ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ ഇമേജുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി മാറിയിട്ടുണ്ട്. ഗ്രീൻ സ്ക്രീൻ വീഡിയോ ടെംപ്ലേറ്റ് ഒരിക്കൽ കൂടി ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റിലുള്ള ഗ്രീൻ കളർ നമുക്ക് വേണ്ട വിധം ഇല്ലാതെയായിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യിക്കുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ടൈം ലൈനിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ലെയർ ഒഴിച്ചുള്ള എല്ലാ ലെയറുകളും ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്ത് കളയുക. നിങ്ങളുടെ കൈൻമാസ്റ്റർ ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. നിങ്ങളുടെ കൈൻമാസ്റ്റർ എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും ആദ്യം നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഈ വീഡിയോ ഫയൽ ബ്ലൂ മാസ്കിന് മുകളിലായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ടൈം ലൈനിൽ നിന്നും ആദ്യത്തെ പ്രോജക്റ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ബ്ലൂ കളർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ബ്ലൂ കളർ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കീകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ടെംപ്ലേറ്റിലെ ബ്ലൂ ഷെയ്ഡ് നിങ്ങൾക്ക് വേണ്ട വിധം അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും ടെംപ്ലേറ്റ് ലെയറിന്റെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക.
ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. Thank you.